ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പറയുന്നത് ലിക്വിഡേറ്റർ ആൻഡ് പവേഴ്സ് ഓഫ് ദി ലിക്വിഡേറ്റർ എന്ന ടോപ്പിക്കാണ്. ലിക്വിഡേറ്റർ ആൻഡ് പവേഴ്സ് ഓഫ് ദി ലിക്വിഡേറ്റർ, സെക്ഷൻ 72 ആൻഡ് സെക്ഷൻ 73. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് സെക്ഷൻ 71 ആണ്. വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ദ രജിസ്ട്രാർ അണ്ടർ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ അണ്ടർ സെക്ഷൻ 71, the registrar shall have the power to, or the registrar is the competent authority to wind up the affairs of a cooperative society. Then section 71 specify the reason for winding up or circumstances under which a cooperative society is wound up. Okay, then section 72 related to the appointment of the liquidator. Who is a liquidator? The official person appointed for the purpose of winding up the affairs of the cooperative society is termed as the liquidator. Then where the registrar has made an order under section 71 for the winding up of a cooperative society, he shall appoint a liquidator and may fix his remuneration. Okay, അപ്പോൾ സെക്ഷൻ 71 പ്രകാരം രജിസ്ട്രാർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാർ ആരെ അപ്പോയിൻറ്റ് ചെയ്യാം? ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുക. ദ രജിസ്ട്രാർ ഷാൽ ഹാവ് ദി പവർ ടു അപ്പോയിൻറ്റ് ദി ലിക്വിഡേറ്റർ. അപ്പോൾ രജിസ്ട്രാറാണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെൻ എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ്, ഹി ഷാൽ ടേക്ക് ഇൻ ടു ഹിസ് കസ്റ്റഡി ഓർ അണ്ടർ ഹിസ് കൺട്രോൾ ഓൾ ദി പ്രോപ്പർട്ടീസ് ആൻഡ് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ രജിസ്ട്രാർ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ഷാൽ ടേക്ക് ഓൾ ദി പ്രോപ്പർട്ടി, ഹി ഷാൽ take all the assets and property under his custody, and he shall take all necessary steps to prevent the loss or damage to such property or asset. If there is an appeal on the order of winding up, the order shall not operate until it is confirmed. Okay, അപ്പോൾ രജിസ്ട്രാർ ഒരു ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ എല്ലാ അസറ്റും പ്രോപ്പർട്ടീസും ദെൻ ലിക്വിഡേറ്റർ ഏറ്റെടുക്കും. അപ്പോൾ ഇനി ഈ അസറ്റും പ്രോപ്പർട്ടീസും ഡാമേജ് ആവാണ്ട് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ലിക്വിഡേറ്റർക്കാണുള്ളത്. ഇനി ഈ രജിസ്ട്രാറിൻ്റെ വൈൻഡിങ് അപ്പ് ഓർഡറിനെതിരെ ഏതെങ്കിലും അപ്പീലുണ്ടെങ്കിൽ ദെൻ ഈ വൈൻഡിങ് അപ്പ് ഓർഡർ ഈ അപ്പീലിൻ്റെ തീരുമാനം ആകുന്നത് വരെ വൈൻഡിങ് അപ്പ് ഓർഡർ നടപ്പിലാക്കില്ല. ആൻഡ് when an order of winding up of a society is set aside in appeal, the property and other assets are returned to the സൊസൈറ്റി. അപ്പോൾ ഈ അപ്പീലിൽ വൈൻഡിങ് അപ്പ് ഓർഡറിനെതിരെയുള്ള അപ്പീലിൽ ദെൻ സൊസൈറ്റിക്ക് അനുകൂലമായ വിധി കിട്ടി കഴിഞ്ഞാൽ, അല്ലെ വൈൻഡിങ് അപ്പ് ഓർഡർ സെറ്റ് അസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ ഈ പ്രോപ്പർട്ടീസും അസറ്റ്സും ഒക്കെ എന്ത് ചെയ്യുക? സൊസൈറ്റിക്ക് ലിക്വിഡേറ്റർ റിട്ടേൺ ചെയ്യണം. ഓക്കെ, അതിനാണ് ലിക്വിഡേറ്റർ അപ്പോയിൻമെൻറ്റുമായിട്ട് പറയുന്നത്. അപ്പോൾ അണ്ടർ ദി സെക്ഷൻ 72 ദി രജിസ്ട്രാർ ഷാൽ അപ്പോയിൻ്റ് എ പേഴ്സൺ നോൺ ആസ് ദി ലിക്വിഡേറ്റർ ടു വൈൻഡ് അപ്പ് ദി അഫയേഴ്സ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻഡ് ദെൻ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം നമുക്ക്. സെക്ഷൻ 73 പറയുന്നത് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. എസ് എ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പവേഴ്സും, അതുപോലെ നെക്സ്റ്റ് നമ്മൾ ടോപ്പിക്കിൽ പ്രൊസീജിയർ ഓഫ് വൈൻഡിങ് അപ്പും പറയും. അത് രണ്ടും ലിക്വിഡേറ്ററുമായി ബന്ധപ്പെട്ട എസ് എ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ പവേഴ്സ് ഓഫ് ദി ലിക്വിഡേറ്റർ. സെക്ഷൻ 73 സ്പെസിഫൈസ് ദാറ്റ് subject to the rules, the whole of the asset of the society shall vest in the liquidator appointed under section 72 from the date on which the order issued by the registrar. നമ്മൾ ഓൾറെഡി സെക്ഷൻ 72 പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്താണ് ഇവിടെ? ദി രജിസ്ട്രാർ whenever a person is appointed as the liquidator, then all the assets of the society shall vest with the liquidator. Then from the okay, further, the liquidator shall have the power to realize such assets by sale or otherwise. Okay, before discussing the powers of the liquidator, then first of all we have to understood then the procedure to be adopted, or the main function of the liquidator. Okay, the liquidator shall take into his custody all the assets and properties of the cooperative society. Then the main function of the liquidator is to realize all the assets and properties. That means then collect all the assets, or realize all the assets, and then collect all the claims on behalf of the claims of the
ക്ലെയിംസ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് പേ ഓഫ് ഇറ്റ്സ് ലാബിലിറ്റി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ലാബിലിറ്റീസ് ആർ ദി മെയിൻ ഫങ്ഷൻ ഓഫ് ദി ലിക്വിഡേറ്റർ. സൊസൈറ്റിയുടെ അസറ്റൊക്കെ റിലീസ് ചെയ്യുക, കിട്ടാനുള്ള ക്യാഷൊക്കെ കളക്ട് ചെയ്യുക, അല്ലേ, അസറ്റ് റിലീസ് ചെയ്യുക, സൊസൈറ്റി അസറ്റൊക്കെ എന്ത് ചെയ്യുക, സോൾഡ് ചെയ്തിട്ട് ക്യാഷാക്കി മാറ്റുക. അതുപോലെ എന്ത് ചെയ്യുക, കിട്ടാനുള്ള മറ്റ് ദെൻ സൊസൈറ്റി കിട്ടാനുള്ള എമൗണ്ടുകൾ, അല്ലെ, എമൗണ്ട് ഡ്യൂ ടു ദി സൊസൈറ്റി, അതിനാണ് ക്ലെയിംസ് ഞാൻ ഉദ്ദേശിച്ചത്. എമൗണ്ട് ഡ്യൂ ടു ദി സൊസൈറ്റി എന്ത് ചെയ്യുക, സൊസൈറ്റി കിട്ടാനുള്ള എല്ലാ എമൗണ്ടും എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഏതൊക്കെ ലാബിലിറ്റീസാണ് പേ ഓഫ് ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക, കൊടുത്തു തീർക്കാനുള്ള ലാബിലിറ്റീസ്. നിങ്ങൾ കമ്പനിയിൽ പഠിക്കുന്നുണ്ടല്ലോ ലിക്വിഡേഷൻ, അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ലാബിലിറ്റീസാണ് കൊടുത്തു തീർക്കാനുള്ളത് എന്ത് ചെയ്യുക, കണ്ടെത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനൊരു ഓർഡർ തീരുമാനിക്കുക, ഓർഡർ ഓഫ് പേയ്മെൻറ്റ്സ്, അല്ലേ, നമ്മൾ കമ്പനിയുടെ കേസ് പറയുന്ന ഓർഡർ ഓഫ് പേയ്മെൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഓർഡർ ഓഫ് പേയ്മെൻറ്റ്സ് ഇവിടെ ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ലാബിലിറ്റീസൊക്കെ എന്ത് ചെയ്യുക, കൊടുത്തു തീർക്കുക. അതാണ് ഈ ലിക്വിഡേറ്ററുടെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, ദ ലിക്വിഡേറ്റർ ഷാൽ ഹാവ് ദി ഫോളോയിങ് പവേഴ്സ് സബ്ജക്ട് ടു ദി കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ. ഓക്കെ, എന്തൊക്കെ പവേഴ്സ് നോക്കാം. ഒന്ന്, ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡിഫെൻഡ് സ്യൂട്ട് ആൻഡ് അതർ ലീഗൽ പ്രൊസീഡിങ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയെ ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും കേസുകൾ, മറ്റ് ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പിന്നെ എന്ത് ചെയ്യുക, നടത്തുക. രണ്ടാമത്തേത്, ടു ഡിറ്റർമൈൻ കോൺട്രിബ്യൂഷൻസ് ടു ബി മെയ്ഡ് ബൈ ദി മെമ്പേഴ്സ്, പാസ്റ്റ് മെമ്പേഴ്സ്, നോമിനി ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി സൊസൈറ്റി ടു ദി അസറ്റ് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ അവിടെ ഒരു ചെറിയ ടേം ചേർക്കാനുണ്ട്, ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, ടു ഡിറ്റർമൈൻ കോൺട്രിബ്യൂഷൻ ടു ബി മെയ്ഡ് ബൈ ദി മെമ്പേഴ്സ്, പാസ്റ്റ് മെമ്പേഴ്സ്, നോമിനി ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി മെമ്പേഴ്സ്, അല്ലെ, ഓർ പാസ്റ്റ് മെമ്പേഴ്സ് ടു ദി അസറ്റ് ഓഫ് ദി സൊസൈറ്റി എന്നങ്ങനെ ചേർക്കാം കേട്ടോ. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി പാസ്റ്റ് മെമ്പേഴ്സ് ടു ദി അസറ്റ് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആരൊക്കെയാണ് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ളത്, അല്ലെ, അത് എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ദെൻ മൂന്നാമത്തെ, ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൾ ക്ലെയിംസ് അഗൈൻസ്റ്റ് സൊസൈറ്റി സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂള്, അല്ലെ, ഓൾ ക്ലെയിംസ് അഗൈൻസ്റ്റ് ദി സൊസൈറ്റി, ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൾ ക്ലെയിംസ് അഗൈൻസ്റ്റ് ദി സൊസൈറ്റി, അതായത് സൊസൈറ്റിക്ക് എതിരെയുള്ള, അതായത് സൊസൈറ്റി കൊടുക്കേണ്ട ക്ലെയിംസ് അല്ലെങ്കിൽ ലാബിലിറ്റീസ് എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ദെൻ നാലാമത്തത്, ടു ഡിസൈഡ് ദി പ്രയോറിറ്റി ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് ഓൾ ക്ലെയിംസ് അഗൈൻസ്റ്റ് സൊസൈറ്റി. അപ്പോൾ അങ്ങനെ സൊസൈറ്റി കൊടുത്തു തീർക്കേണ്ട ലാബിലിറ്റീസിൻ്റെ പ്രയോറിറ്റി ഏതാണ് ആദ്യം കൊടുക്കേണ്ടത്, അല്ല അതിന് ശേഷം ഏതാണെന്നുള്ള ആ ഒരു പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യുക. ദെൻ അഞ്ചാമത്തെ, ടു പേ ക്ലെയിംസ് അഗൈൻസ്റ്റ് സൊസൈറ്റി ടു ദി റെസ്പെക്റ്റീവ് പ്രയോറിറ്റി ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് അപ് ടു ദി ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഓർഡർ തീരുമാനിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ലാബിലിറ്റീസ് പേ ഓഫ് കൊടുക്കുക. ഓക്കെ, ആൻഡ് ടു ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ലിക്വിഡേഷൻ്റെ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ടു ഡിറ്റർമൈൻ വെദർ എനി പേഴ്സൺ ഈസ് എ മെമ്പർ ഓർ പാസ്റ്റ് മെമ്പർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇങ്ങനെ സൊസൈറ്റിയുടെ ലാബിലിറ്റി, ഇപ്പോൾ മെമ്പേഴ്സിന് ഷെയർ ക്യാപിറ്റൽ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ ഡെപ്പോസിറ്റേഴ്സിന് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കണം, ലോൺ സൊസൈറ്റി കൊടുത്താൽ ലോൺ റീപേയ്മെൻറ്റ് നടത്തണം, അപ്പോൾ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ എന്ത് ചെയ്യാം, അപ്പോൾ സൊസൈറ്റി രജിസ്ട്രാർ നമ്മൾ പ്രൊസീജിയർ പിന്നീട് പറയും. എന്താണെന്ന് വെച്ചാൽ ലിക്വിഡേറ്റർ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും, ആർക്കൊക്കെയാണ് എമൗണ്ട് കിട്ടുവാനുള്ളത്, അല്ലെ, ക്ലെയിംസ് ഉള്ളത്. അവർ ക്ലെയിംസ് എന്ത് ചെയ്യണം, 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, ഒരു ടൈം പീരീഡ് പറയും, 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുന്നവരുടെയൊക്കെ ക്ലെയിംസ് എന്ത് ചെയ്യണം, അത് പിന്നെ ആക്ച്വൽ ആണെന്നുള്ളത്, അല്ലേ. ആരാണ് തീരുമാനിക്കുന്നത്, അല്ലേ, ആരാണ് തീരുമാനിക്കുന്നത്, ലിക്വിഡേറ്ററാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലെയിംസ് ഇപ്പോൾ ആരെങ്കിലും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രെഡിറ്റേഴ്സ് പറയുക അയാൾക്ക് 10 ലക്ഷം രൂപ കിട്ടാനുണ്ട്, അല്ലേ, അതിൻ്റെ ജെന്യൂൻ ആണെന്നുള്ളത് ആര് ഡിസൈഡ് ചെയ്യണം, ലിക്വിഡേറ്ററാണ് അത് തീരുമാനിക്കുക. അതാണ് പറയുന്നത് ടു ഡിറ്റർമൈൻ വെദർ എനി പേഴ്സൺ ഈസ് എ മെമ്പർ, പാസ്റ്റ് മെമ്പർ, നോമിനി ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്, അല്ലെ, ഒരു മെമ്പർ ആണെങ്കിൽ, അല്ലെ, പാസ്റ്റ് മെമ്പർ ആണെന്നുള്ളത് എന്ത് ചെയ്യുക, ദെൻ ലിക്വിഡേറ്റർ ഡിസൈഡ് ചെയ്യാം. ദെൻ ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് സൊസൈറ്റി ഫോർ ദി ബെനിഫിഷ്യൽ വൈൻഡിങ് അപ്പ്. ഇനി പിന്നെ ലിക്വിഡേറ്റർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണ്, സൊസൈറ്റിയുടെ ബിസിനസ് വേണം എന്ത് ചെയ്യാം, കുറച്ച് കാലം കൂടി നടത്തിക്കൊണ്ട് പോവാം, അതിനുശേഷം എന്ത് ചെയ്യുക, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, ടു സബ്മിറ്റ് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ടു ദി രജിസ്ട്രാർ വിത്ത് റിഗാർഡ് ടു ദി പ്രോഗ്രസ് ഓഫ് ദി വൈൻഡിങ് അപ്പ്. രജിസ്ട്രാറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, രജിസ്ട്രാറുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് ലിക്വിഡേറ്റർ ഉള്ളത്. അപ്പോൾ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യണം, പീരിയോഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം.
ദെൻ ടു മേക്ക് ഇൻ കോംപ്രമൈസ് ഓർ അറേഞ്ച്മെൻറ്റ്സ് വിത്ത് ദി ക്രെഡിറ്റേഴ്സ് ഓർ ഡെപ്റ്റേഴ്സ്. നമ്മൾ കമ്പനീൻ്റെയൊക്കെ പറയുന്ന പോലെ എന്താണ് പേഡ് ടു ഡെപ്റ്റേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ഇതാണ് ക്രെഡിറ്റേഴ്സ് അല്ലേ, എത്ര എമൗണ്ട് അല്ലേ, പിന്നെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദെയർ ദെൻ ഡ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. 80% കൊടുക്കും, അവരുമായിട്ടൊരു കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ അങ്ങനെയുള്ള ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒരു കോംപ്രമൈസ് നടത്തുക. ദെൻ ഫൈനലി ദ ലിക്വിഡേറ്റർ ക്യാൻ കൺവീൻ ദി ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ദിസ് മീറ്റിംഗ് ഇസ് കോൾഡ് ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ലിക്വിഡേറ്ററാണ് ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കോൾ ഫോർ ചെയ്യുക. നമ്മളത് പിന്നെ ടൈപ്സ് ഓഫ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ലിക്വിഡേറ്റർ എന്ത് ചെയ്യുക, ലിക്വിഡേറ്റർ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യും. അപ്പോൾ അതിന് ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഈ മെയിൻ പർപ്പസ്, ഈ മീറ്റിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, അതിന് ലിക്വിഡേഷനിൽ സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ, ലിക്വിഡേഷൻ വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ലാബിലിറ്റീസൊക്കെ പേ ഓഫ് ചെയ്തിട്ട് സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് എന്തിന് യൂട്ടിലൈസ് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് മെയിനായിട്ടും കോൾ ഫോർ ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് ഒക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഫണ്ട് സർപ്ലസ് ഫണ്ടിനെ കുറിച്ചുള്ള എന്ത് ചെയ്യും, ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതാണ് എന്തിന് യൂസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ദെൻ ഒരു ഫൈനൽ ഡിസിഷൻ ഈ ജനറൽ ബോഡിയിൽ ദെൻ കൈക്കൊള്ളും. അപ്പോൾ അങ്ങനെ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യുക, ജനറൽ ബോഡി മീറ്റിംഗ് കോൾ ഫോർ ചെയ്യുക. അതിൻ്റെ ലിക്വിഡേറ്റർക്ക് ജനറൽ ബോഡി മീറ്റിംഗ് കോൾ ഫോർ ചെയ്യുക. അതിൻ്റെ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ലിക്വിഡേറ്റേഴ്സിൻ്റെ പവറായിട്ട് പറയുന്നത്. അപ്പോൾ ഹൂ ഈസ് എ ലിക്വിഡേറ്റർ ആൻഡ് വാട്ട് ആർ ദി പവേഴ്സ് ഓഫ് ദി ലിക്വിഡേറ്റർ, സെക്ഷൻ 72 ആൻഡ് 73. ഓക്കെ.